എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വ്യാഴാഴ്ച ഇന്ന് നമ്മുടെ ബുക്ക് റീഡിങ്, ആ ബുക്കിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് രമേശ് മാഷ് പരിചയപ്പെടുത്തുകയാണ്, പറഞ്ഞു തരികയാണ്. നമ്മള് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയന്റെ ഏറ്റവും പ്രശസ്തമായ ആ പുസ്തകമാണ് നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പക്ഷേ വായിച്ചതിന്റെ അന്തരാർത്ഥങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോഴാണ് ആ ബുക്കിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ രമേശ് മാഷ് ഇപ്പോ നാളെ ഒരു ട്രെയിനിങ് സെഷന്റെ ഭാഗമായിട്ട് എറണാകുളത്താണ് ഉള്ളത്. അവിടെ നിന്നാണ് നമുക്ക് ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് സാറിന്റെ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള നോളജ്, ആ പരിചയപ്പെടുത്തൽ നമുക്ക് ശ്രമിക്കാം. നമുക്ക് വളരെ ആദരവോടുകൂടി മാഷെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം രമേശ് മാഷ് ഓൺ ദ സ്ക്രീൻ. താങ്ക് യു ജേക്കബ് സാർ. പെർഫെക്റ്റ്ലി ഓഡിബിൾ ആണല്ലേ? ഓക്കെ. ഞാനിങ്ങനെ കൊച്ചിയിലാണുള്ളത്. മനോഹരമായ കൊച്ചിയിലെ അധ്യാപകനിലെ ഒരു മുറിയിൽ നിന്നാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി സുഹൃത്തുക്കളെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഈ പുസ്തകം ഒരു പരിധിവരെ നമ്മളെ, ഏതൊരു വ്യക്തിയെയും മാറ്റം വരുത്തുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ ആമുഖം നമുക്ക് കഴിഞ്ഞു. ഒരു ദിവസം നമ്മൾ 2 ചാപ്റ്റർ സംസാരിച്ചു, ഡിസയർ വരെ പറഞ്ഞു. നമ്മൾ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ആദ്യമായി വരുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ചുരുക്കം ഞാൻ പറയാം. ഇതൊരു പുസ്തക പരിചയ സീരീസാണ്, ബുക്ക് റിവ്യൂ സീരീസാണ്. ലോക പ്രശസ്തമായ ഇൻസ്പിരേഷണൽ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ പ്രചോദിത പുസ്തകങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് സീരീസ് എന്ന് പറയാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ എന്ന വ്യക്തി, ഒരു വലിയ ലെജൻഡ്, ഇതിഹാസം, 500ഓളം ആൾക്കാരുടെ ജീവിതത്തിൽ വിജയിച്ചവരെ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവർ വിജയിച്ചതെന്നും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക എന്നും വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇപ്പൊ ലോസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് ആദ്യം അത് എഴുതിയത്. പിന്നെ അത് എഡിറ്റിട്ടാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഈ വെബിനാർ സീരീസിൽ, പ്രത്യേകിച്ച് വ്യാഴാഴ്ചയുള്ള വെബിനാർ സീരീസിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ജീവിതത്തിലെ സക്സസിനെ കുറിച്ച് കാണിക്കുന്നത്. അപ്പോ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വിൽ പോസിബിൾ, ഡോണ്ട് വറി അബൌട്ട്. എനിക്ക് സന്തോഷം, ഇത്രയും ആൾക്കാര് ഈ ഒരു രാത്രിയിൽ ഇരുന്ന് ഒരു പുസ്തകത്തെ കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള ഈ ഗ്ലോബൽ സ്കൂൾ എന്ന് വേണം പറയാം. ഇതൊരു ഓപ്പൺ സ്കൂളാണ്. ഈ ഒരു ഗ്ലോബൽ സ്കൂളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ നമ്മളെ എന്താണ് യഥാർത്ഥത്തിൽ പ്രചോദിപ്പിക്കാൻ പറ്റുന്നത്? പുസ്തകത്തിന് പ്രചോദിപ്പിക്കാൻ പറ്റില്ല. ആശയങ്ങൾക്ക് പ്രചോദിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു പ്രാക്ടിക്കലിലൂടെ ആകുമ്പോൾ മാത്രമേ അത് വിജയിക്കൂ. രാവിലെ ഉണരണമെന്ന് ഏത് പുസ്തകത്തിലും എഴുതാം, അത് വായിച്ച് വേണമെങ്കിൽ ഇമ്പോസിഷനും എഴുതാം. പക്ഷെ ആ പുസ്തകത്തിൽ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കാത്ത ഒരാളെ കൊണ്ട് അതിനെ കൊണ്ട് കാര്യമില്ല. നാളിപ്പോ കൊച്ചിയിലെ മറ്റന്നാൾ കൊട്ടാരക്കരയിലെ 2 പ്രോഗ്രാം തയ്യാറായിട്ടാണ് ഞാനും മിനിഷൊക്കെ ഉള്ളത്. അപ്പോ ഈ ഡിസയർ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ അത് പറഞ്ഞത്. റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. ഇത് നമ്മൾ അതിന്റെ അടുത്ത ലെവൽ. ഡിസയർ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയല്ല ഡിസയർ ഉണ്ടാവണം ഞാൻ പറഞ്ഞേ, ബേണിംഗ് ഡിസയർ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ആഗ്രഹം തന്നെ തന്റെ ജീവിതത്തെ നയിക്കുമ്പോഴാണ് അതിന് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതിന്റെ അടുത്ത ലെവലായ ഫെയ്ത്തിലേക്കാണ് പോകുന്നത്. എനിക്കൊന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഘട്ടങ്ങളിലൂടെയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് പല ഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ്. മാജിക് ഓഫ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അല്ലെങ്കിൽ ആസ് എ മാൻ തിങ്ക് തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ തന്നെ എല്ലാം പറയുന്നത് ഏതാണ്ട് സമാനമായ ആശയമാണ്.
ഈ അടുത്ത കാലത്ത് ന്യൂറോ സയൻസുമായി പഠിക്കാൻ ശ്രമിച്ചപ്പോ, അതിനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോ, അതിൽ റിസർച്ച് ചെയ്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറഞ്ഞ കാര്യമാണ് അതിലും പറയുന്നത്. എങ്ങനെ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകും? പലരും പറയും വിശ്വാസം എല്ലാവർക്കും ഇല്ലേ? ഇപ്പോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിലും, അല്ലെങ്കിൽ സംശയാത്മാ വിനശ്യതി അല്ലെങ്കിൽ സംശയം ഉള്ളവർ നശിക്കുന്നു എന്ന് ഭഗവത്ഗീതയിലും പറയുന്ന ഏതാണ്ട് തത്തുല്യമായ ആശയമാണ്. ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് ചെയ്യുമ്പോഴും എന്നിലൊരു വലിയ വിശ്വാസമുണ്ട്, ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും. കാരണം ഇതൊരു പുസ്തകം ഇരുന്ന് വായിക്കുന്ന മാനസികാവസ്ഥയിൽ നമ്മുടെ സമൂഹം മാറിപ്പോയി. ഈ അടുത്ത കാലത്തുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ന്യൂറോൺസിന് ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ചില സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ കുട്ടികൾക്ക് പുസ്തകം വീണ്ടും കൊടുക്കാത്തത്. ഒരു കാലത്ത് വായനയുടെ ലോകത്തായിരുന്നു നമ്മൾ, പക്ഷെ അത് നമ്മൾ മാറിപ്പോയി. അതൊരു വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ വായനയുടെ ലോകത്തേക്കൊന്ന് മാറണം എന്നുള്ള ഒരു വിനീതമായ അപേക്ഷയും എനിക്കും. അത് വരുമ്പത്തിയെ ഉള്ള ചില സെഷനുകളിൽ അതിന്റെ സയൻസ് പറയാം. നമ്മളെ സംബന്ധിച്ചോളം എന്താണ് ഫെയ്ത്ത്? മനസ്സിലാക്കേണ്ട ഒരു എന്താണ് ഫെയ്ത്ത്, എന്താണ് വിശ്വാസം? പറയാൻ എളുപ്പം. അദ്ദേഹം പറയുന്ന നിർവചനം, ഫെയ്ത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് which may be induced or created by affirmation or repeated instructions to the subconscious mind through the principle of auto-suggestion. Auto-suggestion എന്നൊരു വേറൊരു ചാപ്റ്റർ ഉണ്ട്, അത് വിശദമായിട്ട് അതിനെ കുറിച്ച് പറയാം. ഒന്നുകൂടെ അത് മലയാളീകരിച്ചാൽ, ഫെയ്ത്ത് അല്ലെ വിശ്വാസം എന്ന് പറയുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. അതൊന്നുകിൽ നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടതോ അല്ലെങ്കിൽ രൂപവൽക്കരിക്കപ്പെട്ടതോ ഒക്കെ ആയിരിക്കും. അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, തുടർച്ചയായിട്ടുള്ള നമ്മുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുമ്പോൾ, എങ്ങനെയാ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത്? ഓട്ടോ സജഷൻ. സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ നല്ലവനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് സംഭവിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഒരു സഹോദരി നാളെ അവരുടെ പ്രോഗ്രാമിന് വരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അവരെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വെച്ച് പരിചയപ്പെട്ടു. അവർ ഒരു വലിയ ശാരീരികമായ അസുഖത്തെ ഓവർകം ചെയ്തു. സ്വാഭാവികമായും മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിന്റെ പ്രതീക്ഷയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ ആ സഹോദരി പറഞ്ഞത്, ഞാൻ അത്തരത്തിലുള്ള ഒരു അസുഖത്തിന്റെ സമയത്ത് പോലും ഞാൻ വിജയിക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കാര്യങ്ങൾ നടത്തും, ഞാൻ ഒരുപാട് ആൾക്കാരിൽ മാറ്റമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ മുഖത്തുനിന്ന് തന്നെ സംസാരിച്ചപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള ഇന്ന് കുറെ സമയം ഒന്നിച്ചുണ്ടായി. ആ സമയത്ത് ആ പറഞ്ഞതിന്റെ പൊരുൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊരു രോഗിയായിരിക്കാം, നിങ്ങളൊരു പരാജിതനായിരിക്കാം, നിങ്ങളൊരു സമൂഹത്തിനെ നിന്ന് വളരെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്വയം പറച്ചിൽ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ നിങ്ങളെ മാറ്റും. ഇതിന്റെ പ്രസക്തി എന്താ? എനിക്കൊന്ന് ഭൂരിഭാഗം ആൾക്കാരും വളരെ നിരാശയോടുകൂടിയാണ് ജീവിതത്തെ കാണുന്നത്. വളരെ നിരാശയോടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പ്രതീക്ഷയുടെ ലോകത്തെ കുറിച്ചല്ല നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദാത്മകമായ ഒരു മുഖമല്ല പലർക്കും ഉള്ളത്. അവരൊക്കെ നിരാശയുടെ ഒരു പാതയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഏറെ. അവിടെയാണ് ഈ ഫെയ്ത്തിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഏത് മേഖലയിലും ആവട്ടെ, ഇവിടെ എല്ലാ പ്രേക്ഷകരും ഉണ്ട്. ബിസിനസ്സുകാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലെങ്കിൽ സാമൂഹിക സേവനം ചെയ്യുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം ആരൊക്കെയോ ആണ് ലിങ്കിലൂടെ കയറുന്നത്. അവിടെ ഒക്കെ പറയുന്ന ഒരു കാര്യം, ഈ സ്വയം പറച്ചിൽ അല്ലെ ഓട്ടോ സജഷൻ, അതിനെ കുറിച്ച് വിശദമായിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എങ്കിലും
നമ്മുടെ ഓട്ടോ സജഷൻ വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻസ് അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു, ഐ വിൽ ഗെറ്റ് ദാറ്റ്, അങ്ങനെ പലതാവാലോ എന്താ നേടാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വിശ്വാസമായി മാറും. ഇതിൽ ന്യൂറോ സയൻസിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഓരോ ചിന്തയും അതിൽ ഓരോ വേർഡ്, ഓരോ വാക്കും ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കുന്നുണ്ട്. നിലവിലൊരു ന്യൂറൽ പാത്വേ നമുക്കുണ്ട്. ആ ന്യൂറൽ പാത്വേയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഓട്ടോ സജഷൻ കൊടുക്കുന്നതെങ്കിൽ പുതിയൊരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കാൻ 10-90 ദിവസം വേണം. അതുകൊണ്ടാണ് സ്വാഭാവികമായ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കുറച്ച് എക്സൈറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ച് എക്സൈറ്റഡ് ആയതുകൊണ്ടോ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. അടുത്ത ദിവസം തന്നെ നമ്മുടെ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണെന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. പകരം അത് തുടർച്ചയായി ആ മേഖലയിൽ തന്നെ ചിന്തിച്ച് ഓട്ടോ സജഷൻ വഴി ആ ന്യൂറൽ പാത്വേ കുറച്ചും കൂടെ സ്ട്രോങ് ആയി വരാം. അതനുസരിച്ച് നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ല റാസ് പ്രവർത്തിക്കും. ആ റാസ് അങ്ങനെ പ്രവർത്തിക്കുമ്പോ ഫെയ്ത്ത്, അവിടെ വിശ്വാസം ഉണ്ടാവും. അപ്പൊ വിശ്വാസം ഉണ്ടാവുന്നത് നെപ്പോളിയൻ ഹിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ന്യൂറോ സയൻസിൽ മൈൻഡ് അല്ല അധികം പറയുന്നത്, ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ്. അതിൽ 2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ പല ഉദാഹരണങ്ങളും അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അപ്പോ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ ഉപബോധ മനസ്സിലേക്ക് എന്താണോ നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നത് അതിനെ പഠിപ്പിക്കുന്നത്, ദൃഢമായ വിശ്വാസം ഉണ്ടാക്കും. കൺവിൻസ് ദാറ്റ് യു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമേ അവിടെ ബിലീവ് ആവും. കാരണം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. നമ്മളിത് പഠിച്ചു വരികയാണ്. ഇതൊരു പുസ്തകം പഠിപ്പിച്ച് തീർക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പലതും ബന്ധങ്ങളുണ്ടാവും. അപ്പൊ ഒന്ന് ഓർമ്മിച്ചു നോക്കുക കഴിഞ്ഞ എപ്പിസോഡ്. അപ്പോ ഈ കൺവിക്ഷനോടുകൂടി ആശയങ്ങളെ വിശ്വാസ രൂപത്തിൽ, ഫെയ്ത്തിന്റെ രൂപത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ അതനുസരിച്ചായിരിക്കും പിന്നെ പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മള് എവറസ്റ്റ്, ഞാൻ കഴിഞ്ഞ പറഞ്ഞു, എവറസ്റ്റ് കൊടുമുടി കയറുക എന്നത് സ്വാഭാവികമായും നമുക്ക് പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ എഡ്മണ്ട് ഹിലാരിയും ടെൻസിൻ നോർഗയും അത് കീഴടക്കിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കീഴടക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. പലതും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പോസിബിൾ ആയത്. നമ്മള് മനുഷ്യ ചന്ദ്രനിൽ പോകുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന വേറെ കാര്യം, repetition of affirmation of orders to your subconscious mind is the only known method of voluntary development of the emotion of faith. ഞാൻ മലയാളീകരിച്ച് വിശദമായി പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്ന് ശാന്തമായി ഇത് കേൾക്കണം. repetition of affirmation of orders, നമ്മൾ സ്ഥിരമായി പറയുന്ന ഈ സന്ദേശങ്ങൾ ആരോട്? സബ് കോൺഷ്യസ് മൈൻഡിനോട്. അത് വോളണ്ടറി ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മൾ എക്സസൈസ് ചെയ്യൂലേ മസിലൊക്കെ നേരെയാക്കാൻ, അല്ല ബോഡി ഫിറ്റ് ആവാൻ. ഇതേപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എക്സസൈസ് ചെയ്യണം. എന്താ എക്സസൈസ് ചെയ്യേണ്ടത്? ഓട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കത് പറ്റും. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങളൊക്കെ റെപ്പിറ്റേഷൻ ആവാൻ കേട്ടോ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ചിലപ്പോൾ അത് പറയാം. തായ്ലൻഡില് ഒരു
സ്പോർട്സ് അധ്യാപകനും 13 കുട്ടികളും ഒരു ഗുഹയിൽ കാണാൻ പോകുന്നു. ഒരു കാട്ടിൽ പുറത്ത് സൈക്കിൾ വെച്ചു. ആ ഗുഹയിൽ പോയി അതിനുള്ളിൽ വന്നു. പക്ഷെ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ മഴ വന്നു. അവർക്ക് പുറത്തു കിടക്കാത്ത വിധത്തിൽ വെള്ളം വന്ന് മുങ്ങാൻ തുടങ്ങി. അപ്പൊ അവരുടെ പ്രതീക്ഷയൊക്കെ പോയി. പക്ഷെ കുട്ടികൾക്ക് അറിയില്ല, ഇദ്ദേഹത്തിന് അറിയാം സംഭവ പ്രശ്നമാണ്, കാരണം രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസവും ഓട്ടോ സജഷനും എന്തായിരുന്നു? ആരൊക്കെയോ വന്ന് നമ്മളെ രക്ഷപ്പെട്ടു എന്ന് ഇദ്ദേഹത്തിന് അറിയാം. പക്ഷെ കുട്ടികളോട് പറഞ്ഞില്ല. കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എന്തോ ഒരു സാധനം എടുത്ത് ഇങ്ങനെ തുറന്ന് കുത്തി നമുക്ക് പുറത്തേക്ക് കടന്ന് പോകാം, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അവരുടെ ശക്തമായ വിശ്വാസം വന്നപ്പോ അവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുമല്ലോ. ഏതോ ഒരാൾ ഈ 10-13 സൈക്കിൾ കണ്ടു. അയാൾ അത് ഉടനെ നാട്ടിലറിയിച്ചു, ലോകത്തെ അറിയിച്ചു. ലോകത്തിലെ സർവർ റെസ്ക്യൂ ടീം അവിടെ പോകുന്നു. കുറെ സമയം എടുത്തുകൊണ്ട് മണിക്കൂറുകളോളം ശ്രമിച്ചുകൊണ്ട് ഈ 13 കുട്ടികളെ അധ്യാപകരെ രക്ഷപ്പെടുന്നു. ഇത് നടന്നൊരു സംഭവമാണ്, ചരിത്രത്തിലെ സംഭവമാണ്. ഇത് നമ്മൾ ആരെങ്കിലും ആണെങ്കിലോ, ഞാനൊരു അധ്യാപകനാണ്, ഞാനും എന്റെ 13 കുട്ടികളാണെങ്കിൽ ആദ്യം ഞാൻ മരിക്കും. എനിക്ക് പേടി, എന്തായാലും മരിച്ചു ഞാനങ്ങനെ തീരുമാനിക്കും. ഉടനെ കുട്ടികൾ പോയി. ഇതാണ് സംഭവിക്കുക. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചില്ല. അത് വലിയൊരു സംഭവമാണ്. റെപ്യൂട്ടേഷനാണ് ഇവിടുത്തെ പ്രാധാന്യം. പലരും പറയും എനിക്ക് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. നടക്കുന്നില്ലാത്തൊരു കാരണം എന്താ? ഒന്ന് ആവർത്തിക്കുന്നില്ല. ആവർത്തിക്കുമ്പോൾ നിങ്ങൾ സംശയം വെച്ചിട്ടാ ചെയ്യാം. പറ്റുമോ ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയൊക്കെ നടത്താൻ? പറ്റുമോ എന്ന് ചിന്തിച്ച് നടക്കില്ലേ? നമ്മളതിനെങ്ങനെ പറ്റുമെന്ന വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പറ്റും, ഒരു ലാപ്ടോപ്പ് ഉണ്ടായാലും മതി. നടന്നില്ലേ? അത് റെപ്പിറ്റേഷൻ ഓഫ് അഫർമേഷൻ ഓഫ് ഓർഡേഴ്സ് ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സ്. ഇപ്പം ബോധ മനസ്സ്, ഇപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്നു, ബോധ മനസ്സ്. അതിന് ഉള്ളിൽ മറ്റൊരു മനസ്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഊണും ഉറക്കത്തിലും 24 മണിക്കൂർ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അത് അസാമാന്യമായ കഴിവുള്ള ഒന്നാണ്. അതിന് നിങ്ങളുടെ പെർമിഷൻ ഒന്നും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും അതിന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ അത് കിട്ടിയ ഭക്ഷണം കഴിക്കും, അല്ലെ തേടി പിടിക്കും. അതായത് വ്യക്തമായ ലക്ഷ്യം നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നടത്തും. ഇല്ലേ, അത് തോന്നിയ പോലെ പ്രവർത്തിക്കും. പലരുടെയും പ്രശ്നം ഇതാ, ഈ പ്രേക്ഷകരിൽ പലരുടെയും പ്രശ്നം എന്താ? ഒരു നിയന്ത്രണവും സബ് കോൺഷ്യസ് മൈൻഡിലില്ല. കൂടുതൽ അറിയണമെങ്കിൽ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന മർഫിയുടെ പുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അന്നേരം വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു. ഇതെല്ലാം കണക്ഷനാ. അപ്പൊ വോളണ്ടറി ഡെവലപ്മെന്റ് ആണത്. അത് പ്രവർത്തിച്ചാലേ നമ്മളെ ഇമോഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വികാരം. അങ്ങനെയുണ്ടോ വിശ്വാസത്തിന്റെ വികാരം? അതെ, വിശ്വാസം ഒരു വികാരം. മോഷൻ ഓഫ് ഫെയ്ത്ത്, ഇമോഷൻ ഓഫ് ഫെയ്ത്ത്. അപ്പൊ ഈ പുസ്തകം മൊത്തം വായിച്ച് പഠിക്കുന്നതിന് പകരം ഇതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക. ഡിസയർ അത് നല്ല ഫെയ്ത്തിലേക്ക് മെല്ലെ വരും. ആഗ്രഹം ആദ്യം ഉണ്ടാവുന്നു, അതല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ റെപ്യൂട്ടേഷന്റെ വലിയൊരു പ്രസക്തി അവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ all thoughts which have been emotionalized, the ബ്രാക്കറ്റിൽ പറയുന്നു, given feeling and mixed with faith begin immediately to translate themselves into their physical equivalent or counterpart. എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ പറയേണ്ട വിഷയമാണ്. എന്താ പറയണേ? all thoughts which have been emotionalized, എല്ലാ വൈകാരികതയും നിറഞ്ഞ ചിന്തകൾ, എല്ലാ ചിന്തകളും അല്ല, വൈകാരികത മിക്സ് ചെയ്ത ചിന്തകൾ. ഉദാഹരണം, സിംഹം ഒരു ചിന്ത, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ കാട്ടിലാണെന്നും ഒരു സിംഹം വന്ന് നിങ്ങളെ പിടിക്കുമെന്നുള്ള വൈകാരികമായ ചിന്ത വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഭയം വരും. ചിത്രകഥ വായിക്കുന്ന സിംഹത്തിന് നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. അപ്പൊ ഇമോഷണലൈസ്ഡ് ആയി, അതിന് ഫീലിംഗ് കൊടുത്തു.
അതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ എടുത്ത് ഉറക്കം മണിക്കൂർ ഒഴിവാക്കിയ ബാക്കിയൊക്കെ ഞങ്ങള് ഓരോ ഇമോഷൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇമോഷൻസ് ഇങ്ങനെ പോകുന്ന ഒരു ആകെ തുകയാണ് നിങ്ങൾ. സങ്കടം, സന്തോഷം, ദേഷ്യം, അസൂയ, അല്ലെങ്കിൽ വേവലാതി, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നിങ്ങൾക്കില്ലേ? ഇതിനാകെ തുകയല്ലേ നിങ്ങൾ? അപ്പോ ആൻഡ് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്, അതായത് ഇമോഷണലൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സ്. അപ്പൊ അതാണ് പ്രശ്നം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം ജീവിതത്തിൽ. നീ വിചാരിച്ചു നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, ഡിസയർ ആക്കി, എന്തെങ്കിലും ഒരു സാധനത്തെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു പൊസിഷൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിച്ചു, വിവാഹം ആഗ്രഹിച്ചു, കുട്ടികളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, ഒക്കെ എന്തായാലും ഒരു ആഗ്രഹമാണല്ലോ. ഈ ഡിസയറിനെ നമ്മൾ അത് കിട്ടിയതായി ചിന്തിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നിങ്ങൾ അതിനെ വൈകാരികമായി സമീപിച്ചു കഴിയുമ്പോൾ അതിൽ വിശ്വാസം കൂടെ ചേരുമ്പോൾ റിയാലിറ്റി ആവും. വീടില്ലാത്ത ഒരാൾ ഒരു വീട്ടിൽ നിൽക്കുന്നതിന്റെ വിശ്വാസത്തിൽ അവിടെ അയാള് മാനസിക ചിത്രം നടത്തി ഒരു വീടൊക്കെ ചിത്രീകരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോകുന്ന വിധത്തിൽ അവിടെ പോകുന്നു, അവിടെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ മറ്റു ജീവിതം നടത്തുന്നു ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചോ. അങ്ങനെ അത് വൈകാരികമായി ബന്ധപ്പെടുമ്പോൾ, അതിൽ വിശ്വാസദാർഢ്യം കൂടി വരുമ്പോൾ എവിടുന്നെങ്കിലും ആയ കുറെ പൈസ വന്നിട്ട് ഒരു വീട് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ബന്ധത്തിലുള്ളതായിരിക്കും. ഒരു പ്രഭാഷണ പരമ്പര കൊണ്ട് ആളുകളെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റും. എന്റെ വിശ്വാസം. ഈ സമയത്ത് വെറുതെ ഇരിക്കുന്നതിന് പകരം ഞാൻ സമൂഹത്തോട് സംസാരിക്കുന്നു. അതിൽ ഒരാൾക്ക് മാറ്റം ഉണ്ടാവില്ലേ? അത് പറയും. അപ്പൊ രണ്ടാമത് പറഞ്ഞാൽ, അപ്പൊ എന്താണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കണം. വൈകാരികത ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്വന്തം കാര്യം കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കണം അതിനിടയിൽ കേട്ടോ. എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടെ പട്ടിണിയും പരാജയവും എന്നാണ് ഇനി നെപ്പോളിയൻ ഹിൽ പറയുന്നത്. അതേ പറയുന്ന ഒരു സെന്റൻസ്, there are millions of people who believe themselves doomed to poverty and failure because of some strange force over which believe they have no control. അവർ കൺട്രോളില്ല. ഞാൻ ദരിദ്രനാണ്, എന്റെ ജീവിതം വളരെ ദുരന്തമാണ്, എനിക്കൊന്നും കഴിയില്ല. ഇവരെ കൊണ്ടൊരു ദ്രോഹം കൂടിയുണ്ട്. ഇവര് പറയും നിന്നെ കൊണ്ടും ഒന്നും കഴിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാണെന്ന് വെച്ചോ. ഈ അമ്മ മകനോട് പറയടാ മോനെ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയും. കുറെ കാലം വരവെ കുട്ടി വിചാരിക്കും എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പോവർട്ടി, ദാരിദ്ര്യം എന്നൊന്നുമില്ല. അപ്പൊ ഈ ഭാഷ എല്ലാ ദരിദ്ര രാജ്യങ്ങളിൽ ഉണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളിൽ ഒരു ചെറിയ ചിന്ത മാറ്റിയാൽ നമുക്ക് ദാരിദ്ര്യമില്ലാതെ ആക്കിക്കൂടെ? പറ്റും. അതാണ് നമ്മളെ ഒരു വ്യത്യാസം. അതിനെ ചിലവരും നമ്മുടെ എന്റെ ദൗർഭാഗ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല വാക്ക് പറഞ്ഞാൽ ഒരു ലക്കില്ല, ബാഡ് ലക്ക്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചൊരാളായിരുന്നു ഞാൻ എന്താണോ എന്റെ ആ സമീപനം മാറ്റിയത്, വിശ്വാസത്തിലേക്ക് വന്നത്, ഫെയ്ത്ത്. ഇത് വലിയ ശക്തിയുള്ളൂ. ഇതിന് മതമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ആ വിശ്വാസം അല്ലാണ്ട് ഇത് മതവിശ്വാസമായിട്ട് ഇതിനെ മിക്സ് ചെയ്ത്, ഇത് അവനിലെ വിശ്വാസം. മതവിശ്വാസത്തിന്റെ ഭാഗമായി മാറുന്നു മാത്രം. പലരും അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതൊരു നെഗറ്റീവ് വിശ്വാസമാണ്. ഞാനിപ്പോ പറയുന്ന കാര്യം ഫ്രീക്വൻസി കുറഞ്ഞ വിശ്വാസം, നെഗറ്റീവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറ്. പക്ഷെ ഈ പുസ്തകത്തിലൊക്കെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്നാണ്. ഒന്ന് ഹയസ്റ്റ് ഫ്രീക്വൻസി, ലോവസ്റ്റ് ഫ്രീക്വൻസി. അപ്പൊ മറ്റൊരു കാര്യം,
തെളിയിക്കപ്പെട്ട കാര്യം കേട്ടോ. അതേ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നില്ല, അത് ഉണ്ടാവണമെന്ന് നിങ്ങൾ വൈകാരികമായി ആഗ്രഹിച്ചു, അല്ല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എളുപ്പം നേടാനുള്ള ഒരു പണി ഇതിൽ പറഞ്ഞത്, ഒരു പ്രവൃത്തി എന്താണ്? ഓൾറെഡി ഇൻ പൊസിഷൻ, നിങ്ങൾ വിശ്വസിക്കുക, ഓഫ് ദ മെറ്റീരിയൽ തിങ് വിച്ച് യു ആർ ഡിമാൻഡിങ്. നിങ്ങൾക്ക് ഒരു കാർ ഇല്ലെങ്കിൽ എളുപ്പം മനസ്സിലാവുന്ന കാറൊക്കെ ഞാൻ പറയും. ചിലർ കാറൊന്നും വലിയ ലക്ഷ്യമാവണമെന്നില്ല, അതിലിരുന്നു, അത് ആസ്വദിച്ചു, താൻ അതിൽ ഡ്രൈവ് ചെയ്യുന്നത് മെന്റൽ പിക്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലേക്ക് ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോ അപ്പൊ എന്താ, ഓൾറെഡി ഇൻ മൈ പൊസിഷനായി, ഓൾറെഡി ഇൻ മൈ പൊസിഷനായി. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്കായി മാറും. അതിന്റെ ഏറ്റവും വലിയ ഘടകമാണ് ഫെയ്ത്ത് എന്നാണ് ഈ അധ്യായത്തിൽ പോളിംഗിൽ പറയാം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്താണോ ആഗ്രഹം, ഓൾറെഡി ഇൻ പൊസിഷൻ ഓഫ് ദ മെറ്റീരിയൽ തിങ് വിച്ച് യു ആർ ഡിമാൻഡിങ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മെറ്റീരിയൽ മാത്രം ആവണമെന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് സ്വസ്ഥത ജീവിക്കണം. സ്വസ്ഥതയിൽ ജീവിക്കും. എന്താ വഴി? നിങ്ങൾ സ്വസ്ഥതയിൽ ജീവിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾ കൂടുതൽ സമയം അസ്വസ്ഥരല്ലേ? അതിനൊന്ന് മാറ്റ്. ഈ പുസ്തകം വായിച്ചിട്ടെങ്കിൽ മാറും എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം ഇദ്ദേഹം പറഞ്ഞ നിർവചനം. Faith is a state of mind which may be induced by autosuggestion. അതായത് ഒരു മാനസിക അവസ്ഥയാണ് വിശ്വാസം. ഭയം മറ്റൊരു മാനസിക അവസ്ഥയാണ്. ഒരാൾക്ക് ഭയമുണ്ടാകുന്ന കാര്യം മറ്റൊരാൾക്ക് ഭയമുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പറയുന്നതാണ്. ഇനി ഫെയ്ത്തിനെ കുറിച്ച് കുറെ നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് മലയാളീകരിച്ചും പറഞ്ഞുതരാം. പുസ്തകം കയ്യിലുള്ളവർ അത് നോക്കണം കേട്ടോ. Faith is the eternal elixir which gives life, power and action to the impulse of thought. ചിന്തകൾക്ക് വേഗത കൂട്ടുന്ന അമൃതാണ് വിശ്വാസം. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ ചിന്തകളെ ഇങ്ങനെ എത്രയോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് വിശ്വാസം മിക്സ് ചെയ്ത് ആവശ്യമുള്ള സാധനമായിട്ട് ബന്ധപ്പെട്ടാൽ പലരും ചെയ്യുന്നത് എന്താണ്, ആ വിശ്വാസം ഉണ്ടാവും, കുറച്ച് പ്രവർത്തിക്കും, പിന്നെ മറ്റൊന്നിലേക്ക് പോയി വർക്ക് ചെയ്തു. ഇനി അടുത്ത വിഷയം പറയുന്നത്, faith is the starting point of all accumulation of riches. ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരും ആദ്യഘട്ടത്തിൽ സമ്പന്നരായിരുന്നില്ല. അവർ സമ്പന്നതയിൽ ജീവിക്കുന്നതായി വിശ്വസിച്ചപ്പോൾ അവർ സമ്പന്നരായി എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കണം. ചിലപ്പോ ഈ വിശ്വാസം എന്ന ഇത് കേട്ടിട്ട് കുറെ ആൾക്ക് വിശ്വാസം വരില്ല. ഒരു ചെറിയ സംശയം, ഈ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം ശരിയാവോ എന്നൊരു വിശ്വാസം കേടുണ്ടെങ്കിൽ പരിപാടി പോയി, വേറെ ഒന്നും പറയല്ല. ഇനി അടുത്തത്, ഫെയ്ത്ത് ഈസ് ദ ഓൺലി നോൺ ആന്റിഡോട്ട് ഫോർ ഫെയിലിയർ. പരാജയത്തിന്റെ ഒരു പെട്ടെന്ന് ചികിത്സിക്കേണ്ട എങ്ങനെ പരാജയത്തെ, ഫെയ്ത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടൊന്ന് ഫെയിലിയർ ഇല്ല, പരാജയം തൊട്ടൊന്നുമില്ല. അത് വിജയത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോണാന്ന് പല പുസ്തകത്തിൽ പറയുന്ന പോലെ, പലതവണ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പരാജയം എന്ന വാക്കിന് പകരം അങ്ങനെയല്ല, ഞാൻ പലതരം വിജയങ്ങളിൽ എത്തുന്നതിന്റെ വിവിധ വഴികൾ നോക്കിയതാണെന്ന് പറഞ്ഞാൽ പോരെ. എഡിസൺ പറഞ്ഞ പോലെ, എഡിസനോട് ചോദിച്ചില്ലേ നിങ്ങൾ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടല്ലേ ബൾബ് കണ്ടുപിടിച്ചു ചോദിച്ചോ, അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനൊന്നും അല്ല ബൾബ് കണ്ടുപിടിക്കേണ്ടത് എന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നേരിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, പരാജയം എവിടെയാ? നമ്മളെ കാഴ്ചപ്പാടിലല്ലേ പരാജയം. അതുകൊണ്ടല്ലേ 5 വയസ്സ് വരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ആരും നൽകുന്നില്ല, അമ്മയല്ല നൽകുന്നത്. അതിന് പ്രകൃതി തന്നെ കുട്ടിയെ എഴുന്നേൽപ്പിക്കും, അത് വീഴും. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ വീഴാതിരുന്നിട്ടുണ്ടോ? ഒറ്റടുത്ത് എഴുന്നേറ്റ് പോയവരൊന്നുമില്ല. പലതവണ വീണിട്ടും കുട്ടി നിർത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ 5 വയസ്സായപ്പോ ഇവൻ എന്താ സംഭവിക്കുന്നത്? ഇവൻ പിന്നെ മറ്റുള്ളവരുടെ കോച്ചിങ്ങിലായി. അപ്പൊ എല്ലാ കഴിവുണ്ട് എന്ന് പറയുന്ന കുട്ടികളെയും നമ്മൾ സ്കൂളിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ, ഞാൻ ഇതിലൊക്കെ ഒന്നുമല്ല, ഞാനൊരു അധ്യാപകനാണ്,
പക്ഷെ പ്രചോദിപ്പിക്കുന്നതിനേക്കാൾ അവരെ അടക്കിയിരുത്താനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പൊതുവെ അച്ഛനും അമ്മയും കുറച്ച് വൈകി, നീ അവിടെ കുറച്ച് വൈകി വരാൻ, നീ എന്താടാ വൈകിയത്, നിനക്ക് എന്തെല്ലാം സംഭവിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ അങ്ങനെ പറയാറുണ്ട്. വിദേശ രാജ്യത്ത് പറഞ്ഞാൽ നിങ്ങൾ അന്നേരം ജയിലിൽ പോകും. നിങ്ങള് മക്കളാരെങ്കിലും പിന്നെ ലണ്ടനിലോ അല്ലെങ്കിൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്കെതിരെ തന്നെ പറയാൻ പണിയിട്ടുന്നത്. നമ്മുടെ നാട്ടില് പിന്നെ ഈ കക്ഷികളെ അടക്കി നമ്മളെ പഠിപ്പിക്കാൻ തന്നെ നീ അടങ്ങിയിരിക്കടാ. അധ്യാപകർ ഏറ്റവും ബുദ്ധിമുട്ട് അടക്കിയിരിക്കാണ്. ഈ അടക്കിയിരുത്തലാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ പരാജയത്തിന്റെ ഒരു ആന്റിഡോട്ടാണ് ഫെയ്ത്ത്. Faith is the element, the chemical, which when mixed with prayer gives one direct communication with infinite intelligence. Infinite intelligence എന്ന് പറയുന്ന യൂണിവേഴ്സൽ പവർ. അതിനാണ് അദ്ദേഹം ഇൻഫിനിറ്റ്, അനന്തമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എനിക്കൊരു ബുദ്ധിയുണ്ട് അല്ലെ, ആലോചിച്ചു, എനിക്കൊരു ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കണക്കായി ഫിറ്റ് ചെയ്തൊരു ബ്രെയിൻ ഇല്ലേ, ആലോചിച്ചോക്കി. എനിക്കൊരു ഹൃദയമുണ്ട്, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഹൃദയം അടിക്കുന്നത്. അല്ലയോ ഹൃദയമേ, ഒരു 72 പ്രാവശ്യം നീ അടിക്കണേ എന്ന് പറഞ്ഞിട്ടാണോ കക്ഷി അടിക്കുന്നത്? ഒരു ദിവസം ആ കക്ഷി അങ്ങ് നിർത്തും, അന്നേരം നമ്മൾ തീർന്നു പരിപാടി. ഇതൊരു ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ഉണ്ട്. നിങ്ങൾ ജീവിതത്തെ ഒന്ന് ശാന്തമായി നിരീക്ഷിച്ചാൽ ഇന്റലിജൻസ് മനസ്സിലാവും. അതിന് നമുക്ക് സമയമില്ലല്ലോ. ഈ മൊബൈൽ സ്ക്രോൾ ചെയ്ത് നമുക്ക് സമയം വേണ്ടത്. ഇതൊരു രാസപദാർത്ഥമാണ്, ഇറ്റ്സ് എ കെമിക്കൽ. പ്രാർത്ഥനയ്ക്കൊരു ഒരു ബന്ധമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മതപ്രാർത്ഥനയല്ല, നമ്മള് ഇൻഫിനിറ്റ് ഇന്റലിജൻസ് അല്ലെ യൂണിവേഴ്സോട് പറയുന്ന കിട്ടിബോധിച്ചു എന്നതിൽ സന്തോഷിക്കുന്ന കാര്യം. ആ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഇപ്പൊ 146 ആൾക്കാരല്ലേ ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോ റെക്കോർഡ് പിന്നെ ആള് കാണുമായിരുന്നു. ഈ ആൾക്കാരൊക്കെ തന്നെ ഇത് 146 ടൈപ്പിലാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഒന്ന് ഞാനടക്കം. ഞാൻ പറയുമ്പോൾ എന്നിൽ ഒരു ഫെയ്ത്ത് ഉണ്ട്. ഇപ്പൊ ഞാനൊരു മെന്ററിങ് കൂടെ ചെയ്യുന്ന ഒരാളാണ്. ഒരാൾ എൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നു, അത് എങ്ങനെ നടത്താം, അതിനെ പറഞ്ഞു കൊടുക്കലാണ് ഞങ്ങളൊക്കെ എത്തുള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറയുമ്പം അവരുടെ ഫെയ്ത്തിന്റെ ലെവൽ നോക്കാൻ പറ്റും. ഫെയ്ത്ത് എങ്ങനെയുണ്ട് ഈ കക്ഷി, അതായത് ആ ഫെയ്ത്ത് മാത്രമേ വിജയിക്കൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കണ്ടാ ചോദിക്കും, എന്താണ് സ്വപ്നം? ആ സ്വപ്നത്തെ എനിക്ക് മനസ്സിലാവും ഇയാളുടെ ഫെയ്ത്ത് എങ്ങോട്ടാ പോകുന്നത്. രണ്ടാമത് പറയാ, ഞാൻ ചോദിക്കും ആ ഫെയ്ത്ത് എന്തിനാ. ഇപ്പൊ ഞാൻ ഒരാൾ ചോദിച്ചു എന്താണ് ഇന്ന്, ഞാൻ ചോദിച്ചു, പറഞ്ഞു എനിക്കൊരു ട്രെയിനർ ആവണം എന്ന് പറഞ്ഞു അവര്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ട്രെയിനർ ആവുന്നത്? അവർ കുറച്ച് ആലോചിച്ചിട്ട് പറയുന്നു. അവർ ഉത്തരം പറഞ്ഞു കേട്ടോ. പിന്നെ പക്ഷെ ആ ഫെയ്ത്ത് കൂടെ വരുമ്പോ അന്നേരം പറയും ടു ട്രാൻസ്ഫോം മില്യൺസ് ഓഫ് പീപ്പിൾ, ഫിനിഷ്, ദാറ്റ്സ് എ ഫെയ്ത്ത്. ഈ രാത്രിയിൽ നമ്മളിപ്പോ സംസാരിക്കുന്നത് ഒരു ഫെയ്ത്തിന്റെ വഴിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിനൊരു പ്രചോദനം നൽകുന്ന ഒരു പ്രയർ കൂടി ആകുമ്പോ, പ്രയർ എന്ന് പറഞ്ഞാൽ ഓട്ടോ സജഷൻ. നമ്മൾ പോയി ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണമേ എന്നല്ല പറയേണ്ടത്. ലോട്ടറിയോട് ഞാൻ അങ്ങനെ താല്പര്യം പറഞ്ഞാൽ, ഉദാഹരണം, ദൈവമേ എനിക്ക് ലോട്ടറി അടിച്ചതിൽ നന്ദി എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? കല്യാണം കഴിയാത്ത ഒരാളാണെങ്കിൽ ദൈവേത് അമ്പലത്തിൽ പോയി സ്വയംവര പുഷ്പാഞ്ജലി അല്ല ചെയ്യേണ്ടത്. ദൈവമേ സ്വയംവര, അതിനൊന്നും ഞാൻ എതിരായിട്ട് ഇത് വ്യാഖ്യാനിച്ചേക്കും. ദൈവമേ എന്റെ സ്വയംവരം അല്ല എന്റെ കല്യാണം നടന്നതിന് നന്ദി, അതാണ് ആ പെൺകുട്ടി പറയേണ്ടത്, അല്ല ആൺകുട്ടി പറയേണ്ടത്. അങ്ങനെ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു കക്ഷി വന്ന് കല്യാണം ചെയ്യും. വളരെ അധികം ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യം ഇങ്ങനെ പറയാമോ? അതായത് അന്ന് ബേണിംഗ് ഡിസയറും ഫെയ്ത്തും തമ്മിൽ ബന്ധം നേരത്തെ പറഞ്ഞല്ലോ. ഇനി അടുത്തത്, faith is the element which transforms the ordinary vibration of thought created by the finite mind of man into the spiritual equivalent.
ഞാൻ പല ട്രെയിനിങ്ങിലും പറയുമ്പോൾ പലരും ഇത് ഇയാളെന്ത് സ്പിരിച്വൽ ഒക്കെ പറയുന്നത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ റിലീജിയനായിട്ട് ബന്ധമില്ല, ആത്മീയം എന്നൊരു വലിയ അർത്ഥമുണ്ട്. അതിന് മലയാളീകരിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് നമ്മൾ ധൃതിയൊന്നുമില്ല, മെല്ലെ പഠിച്ചാൽ മതി. ഫെയ്ത്ത് ഈസ് ദ എലമെന്റ് which transforms the ordinary vibration of thought. അതായത് ചിന്തകൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്, അല്ല ഒരു ഫ്രീക്വൻസി ഉണ്ട്. പല തരംഗം എന്ന് പറയും. ഉയർന്ന തരംഗം ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി. സ്നേഹം, സഹായം, ദയ, അതൊക്കെ ഹൈ ഫ്രീക്വൻസി തോട്ടം. അസൂയ, ദുഷ്ടത, പോര്, ഇതൊക്കെ വരുന്നത് ലോവസ്റ്റ് തോട്ടം, ഫ്രീക്വൻസി തോട്ടം. അപ്പൊ അവിടെ ഈ ഹൈ ഇതിൽ വൈബ്രേഷൻ ഓഫ് തോട്ടാണ്. അങ്ങനെ സാധാരണ വൈബ്രേഷൻ ഉള്ള ഒരു തോട്ട്, അത് ഓർഡിനറി വൈബ്രേഷൻ ഓഫ് എ തോട്ട്. ആരാ ഉണ്ടാക്കുന്നത്? ഈ ചിന്ത ആരാ ഉണ്ടാക്കുന്നത്? നെപ്പോളിയൻ പറയുന്നു നമ്മുടെ ഫിനിറ്റ് മൈൻഡ്, അതായത് ചെറിയ മനസ്സ്, ഇൻ ടു ദ സ്പിരിച്വൽ ഇക്വാലന്റ്, അതിനൊരു ആത്മീയ തലത്തിൽ കൂടെ കണക്ട് ചെയ്ത് അത് അച്ചീവ് ചെയ്യും. ഇപ്പൊ രണ്ടു തരം, ഒന്ന് ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ്, അനന്തം. അതിന് ഭാരതീയ ഋഷിമാർ പറഞ്ഞത് ഘടാകാശം, മഹാകാശം. ഫിനിറ്റ് മൈൻഡ് ആൻഡ് ഇൻഫിനൈറ്റ് മൈൻഡ്. രമേശൻ എന്ന ഈ ശരീരം ഫിനിറ്റാണ്, ചെറുതാണ്. പക്ഷെ ഞാൻ ഉള്ളത് ഈ ഇൻഫിനിറ്റ് വേൾഡിലാണ്. അതാണ് സ്പിരിച്വാലിറ്റിയുടെ കാര്യം, സ്പിരിച്വൽ ഇക്വാലന്റ്. അടുത്തത്, ഫെയ്ത്ത് ഈസ് ദ ഓൺലി ഏജൻസി ത്രൂ വിച്ച് ദ കോസ്മിക് ഫോഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ക്യാൻ ബി ഹാർനസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ മാൻ. പ്രിയപ്പെട്ടവരെ, ഇത് മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് കേട്ടോ. മൃഗങ്ങൾ അവരുടെ ഭക്ഷണം എന്ന് പറയുന്ന കാര്യത്തെ അതിശക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യും. അപ്പൊ അത് ഒരു സിംഹമാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു മാൻ വരും, ഒരു പാമ്പാണെങ്കിൽ അതിന്റെ ഇര വരും. പലർക്കും ഇത് അറിയില്ല, പറയും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ മുമ്പിൽ വരും. എന്താ വേണ്ടേ? ഇതൊരു ഏജൻസിയാണ്, അതായത് കോസ്മിക് ഫോഴ്സ് ഓഫ് ഇൻഫൈനൈറ്റ് ഇന്റലിജൻസ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി, അതായത് നിങ്ങളുടെ ഹൃദയം ഇടിപ്പിക്കുന്നതാരാ? നിങ്ങളുടെ കൃത്യമായി ശ്വാസകോശത്തിന് അങ്ങോട്ട് കണക്ഷൻ ആരാ കൊടുത്തത്? നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ മഴ, വെയിൽ തുടങ്ങിയ, അല്ലെങ്കിൽ ഈ ഒരു ചെടി നടാൻ പറ്റും, അതെങ്ങനെ വളരും? ഇതൊക്കെ ഇൻഫിനിറ്റ് ആണ്. കോസ്മിക് എന്ന് പറയുന്ന പ്രപഞ്ചം ഇതിനർത്ഥത്തിലൊരു കണക്കൂട്ടലാണോ? അതിന് കോസ്മിക് ഫോഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ആണ്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടും. ചിലപ്പോൾ ചില തോന്നലുണ്ടാവേ അങ്ങോട്ട് പോണ്ട, പോയാ പോട്ടെ. ചിലപ്പോൾ തന്നെ എല്ലാ മെസ്സേജുകളും കിട്ടും കോസ്മിക് ഫോഴ്സസ്. അപ്പൊ കോസ്മിക് ഇന്റലിജൻസ് ക്യാൻ ബി ഹാർനസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ മാൻ. എങ്ങനെയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത് പറഞ്ഞ്? നിങ്ങളുടെ ഈ ചിന്തകളെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ചെയ്ത് വിശ്വാസമായിട്ട് ബന്ധപ്പെടുമ്പോ ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു പൗലോവിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം, ആൽക്കെമിസ്റ്റ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ക്യാമറ തിരിച്ചു നോക്കിയാൽ പല നിങ്ങൾ നേടിയ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചതല്ലേ? ആണ്, അങ്ങനെ സംഭവിച്ചാണ്. അടുത്തത്, every one of the foregoing statements is capable of proof. ഇനി കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന് പുസ്തകം തന്നെ വായിക്കാം. അത് ഞാൻ ഇവിടെ നിങ്ങളുടെ ജീവിതം ആലോചിച്ചു. പലരും നിങ്ങൾ നേടിയിട്ട് പലരും നഷ്ടപ്പെട്ടത് വിശ്വാസം പോയതുകൊണ്ടായിരിക്കും. ഈ വിശ്വാസവും ധൈര്യവും തമ്മിൽ ഭയങ്കര ബന്ധം. ഇപ്പോ പാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ അത് കടിക്കും, അങ്ങനെ മരിച്ചു പോകുന്നതാണ്. പക്ഷെ മാവാ സുരേഷ് അങ്ങനെയല്ല, അയാൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അല്ലെ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെയുള്ളവർ ഇൻകോപ്പറേറ്റ് അടുത്ത് പോകും, അവരൊന്നും ചെയ്യില്ല. അത് അവരുടെ വിശ്വാസമല്ലേ? ഞാൻ പലതിലും ഉദാഹരണം മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ അവരുടെ ചിന്തകളില് പാമ്പൊന്നും ചെയ്യില്ല, നമ്മുടെ ചിന്തകളിൽ പാമ്പ് കടിക്കും. ആരമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ പാമ്പ് കടിക്കും, സൂക്ഷിക്കണം. അരുണാചൽ പ്രദേശിലത്തെ പാമ്പ് പിടുത്തക്കാരുടെ മക്കളോട് അച്ഛൻ പറഞ്ഞിട്ട് പാമ്പൊന്നും ചെയ്യൂല, അവരും പാമ്പൊന്നും ചെയ്യൂല.
ഗൂഗിൾ സെർച്ച് ചെയ്ത് അകത്ത് കുറെ വീഡിയോ എല്ലാം കാണാൻ പറ്റും. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാൾ ഇത് കേൾക്കുന്നതെന്ന് വെച്ചോ, അയാളെ പുസ്തകം വായിക്കാൻ തീരുമാനിക്കും. അയാളെ പറഞ്ഞ് ഞാൻ വിജയിക്കും, അയാൾ അതിനെ ക്രോസ് ചെയ്യുന്നു, അയാൾ വിജയിച്ചിരിക്കും. ഗാന്ധിജി ഒറ്റയ്ക്ക് പലപ്പോഴും വിചാരിച്ചിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വിശ്വാസം വിട്ടില്ല, വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ അത് അദ്ദേഹത്തിന് കിട്ടിയതായ വിശ്വാസം വന്നു. അപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇത് പറഞ്ഞ ആരും വിശ്വസിക്കും? നമ്മൾ പുറമേ നിന്ന് പോകാതെ ഉള്ളിലേക്ക് തന്നെ ചിന്തിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ ഫെയ്ത്തിനെ കുറിച്ചുള്ള ലെസണിൽ വിശദമായിട്ട് പറയുന്നത്. ഇനി പറയുന്ന ഒരു സെന്റൻസ് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ. which are mixed thoughts which are mixed with any of the feelings of emotions constitute a magnetic force which attracts from the vibrations of the ether other similar or related thoughts. Thoughts which are mixed with any of the feelings of emotions. നിങ്ങളുടെ ചിന്തകൾ എന്തെങ്കിലും ചിന്തയായിക്കോട്ടെ, അതൊരു വികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്സ് ചെയ്തൊരു ചിന്തയാണെങ്കിൽ അതൊരു കാന്തം പോലെ ആകർഷിക്കും. പലരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കാരണം അവർ പ്രതിസന്ധിയെ ആകർഷിച്ചുകൊണ്ടിരുന്നത്. പലരുടെയും രോഗം അവർ ആകർഷിച്ചു കൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സൈക്കോസൊമാറ്റിക് ആണ് ഡിസീസ്, ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഇൽനെസ് എന്ന് ഡേവിഡ് ഷുവാർട്സ് പറയുന്നത് കൊണ്ടാണ്. which attracts from the vibrations of the ether. അതായത് ഈതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ കോസ്മിക് വേൾഡ്, അതിനെങ്ങനെ അട്രാക്ട് ചെയ്യും നമുക്ക് വേണ്ടുന്ന അതർ സിമിലർ റിലേറ്റഡ് തോട്ട്സ്. അതായത് സമാന ചിന്തകളെ അത് കൊണ്ടുതരും. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും, രണ്ടുപേരും രണ്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, രണ്ടുപേർക്ക് ഒരേ സാമ്പത്തിക പ്രയാസമെന്ന് വെച്ചോ, മനസ്സിലായില്ല. ഒരാൾ ഒരു വീട്ടില്, ഒരാൾ മറ്റൊരു വീട്ടിൽ, രണ്ടാളും ഒരേ കാര്യം ബുദ്ധിമുട്ടുക. ഒരാൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ തീരൊന്നുമില്ലാണ്ട് ആലോചിച്ചോണ്ട് ഇന്ന് ആരൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചോണ്ട് അയാൾക്ക് അതിന്റെ തുടർ പ്രക്രിയ നടക്കും. മറ്റേ ആൾ പറയും ശരി സാമ്പത്തിക ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കട്ടെ, ഞാനൊരു പ്രൊജക്ട് നോക്കാം, ഞാൻ ആ പ്രൊജക്റ്റിനെ കുറിച്ച് ചിന്തിക്കും. അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇത് സംഭവിക്കാറില്ല, അയാളുടെ ജീവിതം രക്ഷപ്പെടും. അവിടെ നിന്ന് ഈ ഫെയ്ത്തോടുള്ള ഫീലിങ്സിന്റെ ആ ഒരു സന്ദേശമാകുന്ന തോട്ട്സിന്റെ സന്ദേശമാണ് യൂണിവേഴ്സിൽ പോകുന്നത്, ഈഥറിലേക്ക്. അത് അതുപോലെ റെസ്പോൺസ് ചെയ്യും. തഥാസ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ദുഃഖഗാനങ്ങളും കേട്ട് എപ്പെങ്കിലും കേൾക്കണ്ടെന്നല്ല. ജീവിത പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറെ വർത്തമാന ചിന്തയും കൊണ്ട് ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ ലോകത്തിൽ. അവരോട് എനിക്ക് സങ്കടം. അവരാണ് ഈ പുസ്തകം വായിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഫോർമുല എന്നാണ് നെപ്പോളിയൻ ഹിൽ അതിനെ പറയുന്നത്. അപ്പൊ അതിന് തന്നെ ഫോർമുല പറയുന്നത്, അതൊന്ന് പഠിച്ചോ, എന്നിട്ട് നമുക്ക് നിർത്താം. എന്താണ് പറയുന്ന ഫോർമുല എന്നറിയോ? ആദ്യം വേണ്ടത് എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് എന്ത് നേടാനുള്ള കഴിവുണ്ട് എന്ന ഒരു വിശ്വാസം. അപ്പൊ എന്താണ് എനിക്ക് വേണ്ടത്? എന്താ ഡെഫിനിറ്റ് പർപ്പസ് വേണേ. എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? ലക്ഷ്യമുള്ള ജീവിതം അല്ലെ, അതുണ്ടാവണം. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നു, അപ്പൊ യൂണിവേഴ്സ് കേട്ടോളൂ, എനിക്കത് കിട്ടിയേ പറ്റൂ. രണ്ടാമത് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്റെ ചിന്തകളിൽ എന്താണ് കടന്നു പോകുന്നത് എന്റെ മനസ്സിലൂടെ, അതിനാണ് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവയർനെസ്. ഇടക്കാലം എന്താ എന്റെ ചിന്തകൾ, അതാണ് നമ്മുടെ ഫിസിക്കൽ ആക്ഷൻ ആയിട്ട് പ്രതിഫലിക്കുന്നത്. ചിലർ കണ്ടില്ലേ, രാവിലെ തന്നെ നിരാശരായിട്ടിരുന്ന അന്നത്തെ ദിവസം പോക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവരെപ്പോഴും നിരാശരായിട്ട് എഴുന്നേക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ ഫുൾ ഉഷാറായിട്ട് എഴുന്നേക്കും, അവർക്ക് ഒരു നിരാശയില്ല.
എന്ത് സാമൂഹിക ദുരന്തം വന്നാൽ അവരെ കളിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് എന്ത് വലിയ കാര്യമില്ല, അവരെപ്പോഴും എക്സൈറ്റഡാ. അവരൊരു മാതൃകയാക്കാനാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തത് ഓട്ടോ സജഷൻ. വിശദമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് പറയുന്നതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പോകുന്നില്ല. സ്വയം സംഭാഷണം ഒന്ന് മാറ്റുക. അപ്പൊ നമ്മളെ ജീവിതം മാറും. എന്നിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, എന്താണ് എഴുതി വെക്കണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് വെറുതെയല്ല. റൈറ്റ് ദ ഡെഫിനിറ്റ് ചീഫ് എയിം ഇൻ ലൈഫ്. അതായത് ഇപ്പൊ വീട് കെട്ടണം എന്ന് പറയുന്ന ഒരു ചെറിയ ആഗ്രഹം, കാറ് വാങ്ങണം എന്നതൊരു ആഗ്രഹമാണ്, വേണ്ടെന്നല്ല. പക്ഷെ കുറച്ചും കൂടെ ഹയർ ആയിട്ട് ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ 1, 2, 3 ആളെങ്കിലും ഞാൻ സഹായിക്കും. ഞാൻ ഇത് ആവർത്തിക്കാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന് ലാംഗ്വേജ് പഠിച്ചു ആദ്യം. അത് അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കണം. നമ്മളെ മുഴുവൻ ഇങ്ങോട്ട് കിട്ടാനേ പഠിച്ചിട്ട് കൊടുക്കൂല. റെസ്പോൺസ് ഭയങ്കര അപകടമായിരിക്കും പ്രകൃതിന്റെ. എന്നിട്ട് 5ാമത് പറയുന്നത്, ആ വന്നിരിക്കുന്ന എന്റെ ആഗ്രഹം ഞാൻ നേടിക്കഴിഞ്ഞതായിട്ടുള്ള ഫീലിംഗിൽ ഒരു 5 or 10 മിനിറ്റോ കണ്ണടച്ചിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഹേറ്റ്രഡ്, വെറുപ്പ്, അസൂയ, എൻവി, ജലസി, അതെല്ലാം തന്നെ, സെൽഫിഷ്നസ്, സ്വാർത്ഥത, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഫെയ്ത്തും വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത് കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവം, അല്ലെങ്കിൽ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം, 6 ശത്രുക്കളെ, ഷഡ്വൈരികൾ. അതാണ് ഇതെല്ലാം. ഇതെല്ലാം ഒഴിവാക്കുക. എന്നിട്ട് എന്തെല്ലാം വേണം? അതിന് പകരം സ്നേഹം, ഡെവലപ്പിംഗ് ലവ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ഞാൻ എന്റെ കുടുംബത്തിനെ ലവ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയുന്നവരെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും തലുകളും പുഴുക്കളും എല്ലാവരോടുള്ള സ്നേഹം ഒന്ന് ഒഴുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. അതെ, അത് നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ സ്നേഹം. ആർക്ക് വേണ്ടി ഇതെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പരസ്പരം കണ്ടാൽ ചിരിക്കൂല. എന്താ, ചിരിച്ചാൽ എന്റെ വില പോകില്ല. എന്ത് വിലയാ നമുക്ക് ഉള്ളത് പോകാൻ നമുക്ക് അറിയില്ല. നിങ്ങൾ ഒന്ന് ഈ ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ 10 സൂര്യ എല്ലാം രാവിലെ എഴുന്നേറ്റാണ് മസിൽ പിടിച്ചിരിക്കുക. ഇപ്പൊ നാളെ ഇപ്പൊ ട്രെയിനിങ്ങിന് അത്ര കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം എന്താണെന്ന് എനിക്കറിയാം. ചിരിക്കുക, അങ്ങോട്ട് സ്നേഹിക്കുക. അതാണ് ഞാൻ പറയുന്നത്, ഡെവലപ്പിംഗ് ലവ് ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ അയൽക്കാരനൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്താഴ പഷ്ടിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ വളർന്നത്. അത് മറ്റവരോടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുശുമ്പ് അസൂയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല എന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിശ്വാസം, അതിൽ ഊന്നിയ ചിന്തകൾ, ആ ചിന്തകൾക്ക് കണക്കായ പ്രവർത്തനം. സിമ്പിൾ. വിശ്വാസം, അതിന് കണക്കായ ചിന്തകൾ, അത് വന്നോളും. അല്ലെങ്കിൽ വിശ്വാസത്തിൽ മിക്സ് ചെയ്ത ചിന്തകൾ, മനസ്സിലായില്ലേ? അത് ആക്ഷനും കൂടെ വരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ആക്ഷൻ എവിടെ? നിങ്ങൾ ചെയ്യുമ്പോൾ റിയാക്ഷൻ യൂണിവേഴ്സ് ചെയ്യും. 500ഓളം അതിശക്തരായ അതിസമ്പന്നരായ എല്ലാ തരത്തിലും വിജയിച്ച ആൾക്കാരെ പഠിച്ചിട്ട് 25 വർഷം നിരീക്ഷിച്ച ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്ന ഈ തത്വങ്ങളെ പുച്ഛിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മാറ്റം വരും. എല്ലാം നിങ്ങൾക്ക് അനുകൂലമാവും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പ്രകൃതി തരും എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട. അതായത് ആശയങ്ങളെ ഇത്തരത്തിൽ വരുമ്പോ നമുക്ക് വേണ്ടുന്ന എല്ലാം വരും. ഇനി അതൊരു കവിത അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് വളരെ നല്ലൊരു കവിതയാണത്.
നമ്മൾ നേരത്തെ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു. ഇഫ് യു തിങ്ക് യു ആർ ബീറ്റൺ, യു ആർ. ഇഫ് യു തിങ്ക് യു ആർ ബീറ്റൺ, യു ആർ. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ കേട്ടോ. ഇഫ് യു തിങ്ക് യു ആർ ബീറ്റൺ, യു ആർ. നിങ്ങൾ പരാജയപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ പരാജയം, യു ആർ. ഇഫ് യു തിങ്ക് യു ഡെയർ നോട്ട്, ഞാൻ പേടിക്കൂല എന്ന് ചിന്തിച്ചാൽ യു ഡോണ്ട്. ഇഫ് യു ലൈക്ക് ടു വിൻ, ഞാൻ വിജയിക്കാൻ ആഗ്രഹിച്ചു, ബട്ട് യു തിങ്ക് യു കോൺ, എനിക്ക് പറ്റൂല, ചിലപ്പോ പറ്റും, അത്രയും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൻ യു വോണ്ട്, പറ്റില്ല. ഇഫ് യു തിങ്ക് യു വിൽ ബി ലൂസ്, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ യു ആർ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഫോർ ഔട്ട് ഓഫ് ദ വേൾഡ് വി ഫൈൻഡ് സക്സസ് ബിഗിൻസ് വിത്ത് ദ ഫെലോസ് വിൽ. ഇറ്റ് ഈസ് ഓൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരാളുടെ വിജയം ഉണ്ടാവുന്നത് അവരുടെ മനസ്സിലാണ്. ഇഫ് യു തിങ്ക് യു ആർ ഔട്ട് ക്ലാസ്ഡ്, എന്നെല്ലാം എല്ലാവരും ഒഴിവാക്കി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതെ, യു ഹാവ് ഗോട്ട് ടു തിങ്ക് ഹൈ ടു റൈസ്. നിങ്ങൾ ഉയരാൻ വേണ്ടി ചിന്തിക്കണം. യു ഹാവ് ഗോട്ട് ടു ബി ഷുവർ ഓഫ് യുവർ സെൽഫ് ബിഫോർ യു ക്യാൻ എവർ വിൻ എ പ്രൈസ്. നിങ്ങൾ വിശ്വസിക്കും, എന്നിട്ട് വിജയിക്കും. ലൈഫ് ഈസ് ബാറ്റിൽസ്. ജീവിതമാകുന്ന യുദ്ധം, യുദ്ധരംഗങ്ങൾ. ഡോണ്ട് ഓൾവേസ് ഗോ. അതിൽ വിജയിക്കുന്നവര് ടു ദ സ്ട്രോങ്ങർ ഓർ ഫാസ്റ്റർ മാൻ അല്ല, ശക്തരോ വേഗതയുള്ളവരല്ല പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ വിജയിക്കുന്നത്. But soon or late the man who wins is the man who thinks he can. ഞാൻ 2-3 പറയാം, ഒന്ന് ഉള്ളിൽ കയറ്റട്ടെ ഉറങ്ങുന്നതിന് മുമ്പേ. ലൈഫ് ഈസ് ബാറ്റ്, ജീവിതമാകുന്ന യുദ്ധം. ഒരുപാട് നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഉണ്ടാവും. അതൊരിക്കലും ശക്തവാനോ വേഗതയുള്ളവനോ ഉള്ളതല്ല യുദ്ധവിജയങ്ങൾ. അല്ലെ, ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നതിന് ആർക്കാണ്? താൻ വിജയിച്ചു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ്. ഹൂ തിങ്സ് ഹി ക്യാൻ, എനിക്ക് പറ്റുമെന്ന് ചിന്തിക്കുന്നവർക്കാണ് വിജയം. അല്ലാണ്ട് ശക്തിയോ ബുദ്ധിയോ ഒന്നല്ല. ഞാനത് നേടുമെന്ന വിശ്വാസമാണ്. ലോകപ്രശസ്തനായ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി, കാഷ്യസ് ക്ലേ, അദ്ദേഹത്തിന്റെ ബോക്സിംഗ് വിജയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു രഹസ്യമുണ്ട്. അദ്ദേഹം തന്റെ എതിരാളിയുടെ ചെവിട്ടിൽ പോയി പറയും, നീ തോറ്റു. ആരോ പറഞ്ഞു കൊടുത്ത ടെക്നിക്ക, നീ തോറ്റു. അപ്പോ മറ്റയാൾ മരിക്കും, ഇയാൾ വിജയിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുതമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. സച്ചിൻ ഏതാണ്ട് 99 സെഞ്ചുറി മറ്റേ അടിച്ചിട്ട് 100ാമത്തെ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയാണ്. ആ ഒരു മാച്ചിൽ പോയപ്പോ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു സെഞ്ചുറിയോടുകൂടി 100 ആവും. പക്ഷെ ഈ ഇംഗ്ലണ്ടിന്റെ കോച്ച് സച്ചിന്റെ കംപ്ലീറ്റ് കളികളും വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പന്തെറിഞ്ഞാൽ സച്ചിൻ അടിക്കാൻ പറ്റില്ല. അയാൾ 200ഓളം ടേപ്സ് കണ്ടിട്ട് തന്റെ കളിക്കാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രമേ പന്തെറിയാൻ പാടുള്ളൂ, സച്ചിൻ അടിക്കാൻ പറ്റില്ല. അങ്ങനെ ടെസ്റ്റ് സീരീസിൽ 35 റണ്ണിന്റെ അപ്പുറം പോവാതെ തോന്നുന്ന കണക്ക് സച്ചിൻ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കാതെ തിരിച്ചു. അപ്പൊ സച്ചിൻ അടിച്ച് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. സച്ചിൻ അന്വേഷിച്ചു. അപ്പൊ കണ്ടെത്തി തനിക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എറിയുന്നത് പറ്റില്ല എന്ന് ആരോ കണ്ടെത്തി. ഉടനെ സച്ചിൻ ചെയ്തത് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തു. അവിടെ എറിഞ്ഞാൽ എങ്ങനെ ഞാനത് അടിക്കും. ഒടുവിൽ സച്ചിൻ അത് മനസ്സിലാക്കുകയും പിന്നെ സച്ചിന്റെ ജീവിതത്തിലെ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ജീവിത പ്രതിസന്ധികളിൽ നിന്ന് ഒരു നേരത്തെ വടപാവ് കളിക്കാനില്ലാതെ തന്റെ ക്രിക്കറ്റ് കോച്ച് കൊടുക്കുന്ന 1 രൂപക്ക് വിലമൽപ്പിച്ച ഒരു അസാമാന്യ കളിക്കാരൻ, തന്റെ വിശ്വാസം കൊണ്ട് മാത്രം ലോകത്തെ ഏറ്റവും നല്ല കളിക്കാരനായി മാറുന്ന കഥയറിഞ്ഞ നമ്മൾ മറ്റുദാഹരണങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ പോണ്ട. ഈ കവിതയിലൂടെയാണ് അദ്ദേഹം വളരെ മനോഹരമായി ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നത്. ഒരുപാട് അതിൽ ആ ചാപ്റ്റർ വലുതാണ്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. നമ്മള് അതിന്റെ ഓരോ ഘട്ടങ്ങളെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു ദിവസം പറഞ്ഞു തീർക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ ഇതെല്ലാം കണക്ഷൻ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. അതായത് ഡിസയർ, ആഗ്രഹത്തിന് നമുക്ക് വലിയ പ്രസക്തിയുണ്ട്, ഫെയ്ത്തിന് അല്ല പ്രസക്തിയുണ്ട്. ഇനി പറയുന്ന ഓട്ടോ സജഷനിലും ഇത് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കുക, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അത്ഭുത ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അതെന്നറിയുന്നുവോ, ആ ചിന്തകളും പിന്നെ അവരുടെ ചിന്തകളും വിശ്വാസവും ഒക്കെ ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായി മുന്നേറും. ഈ രാത്രിയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലേറെ നന്ദി. നമ്മൾ വീണ്ടും ഇത് തുടരും. അടുത്ത വ്യാഴാഴ്ച കൃത്യം 9:15 കുറച്ച് ഇന്ററാക്ഷൻസ് ആവാം ഇനി. അതിനുശേഷം നിങ്ങൾ ഈ പുസ്തകത്തിന്റെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആ പുസ്തകം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ആൻഡ് ഓവർ ടു ദ MC. സാറിവിടെ പറഞ്ഞു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ സാറ് ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക, അതിൽ വിശ്വസിക്കുക, വിജയം സുനിശ്ചിതമായിരിക്കും എന്നാണ്. ഐ ക്യാൻ ഡു ഇറ്റ്. അത് നമ്മുടെ ആ ചിന്ത, തീവ്രമായ നമ്മുടെ ചിന്ത ആ സക്സസിൽ എത്തിക്കും എന്നാണ് അതിന്റെ രത്ന ചുരുക്കം, അല്ലേ സാർ? അപ്പോ ഇങ്ങനെ പലപ്പോഴും ഒരു വാതിലടഞ്ഞാൽ അടുത്ത ഒരു വാതിൽ നമുക്ക് തുറക്കപ്പെടും എന്ന് തീവ്രമായി നമ്മൾ വിശ്വസിച്ചാൽ അടഞ്ഞ വാതിലിനെ നോക്കി നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല എന്നൊരു വലിയൊരു ചിന്ത അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സാർ ആ പുസ്തകവും ഒരിക്കൽ നമ്മളോട് പരിചയപ്പെടും, അല്ലെ? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ഒരു വലിയ ഒരു ചിന്തയാണ്. എന്തായാലും സാർ ഇവിടെ പങ്കുവെച്ച ആ പുസ്തകത്തിന്റെ അന്തസത്ത എല്ലാവരും ഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരു ഇന്ററാക്ഷൻ സെക്ഷനാണ്. മ്യൂട്ട് ഓണാക്കിയിട്ട് ആളുകൾക്ക് അതിലേക്ക് പങ്കെടുക്കാം. സന്തോഷം. അല്ലെ, ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് എനിക്ക് തോന്നുന്നു, മാഷെ, ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ ഫ്രീക്വൻസി ഓർ വൈബ്രേഷൻ? ഭവ്യ എന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഭവ്യ. ഇന്ന് ആദ്യമായിട്ട് കയറുന്നത് ദുബായിൽ ഒരു ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു മോളെ. മാഷ്, ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ ഫ്രീക്വൻസി ഓർ വൈബ്രേഷൻ? ഈസ് ദർ എനി കണക്ഷൻ ഫോർ ടു മെഡിറ്റേഷൻ? ഓക്കെ, നല്ല ചോദ്യം. ഈ വൈബ്രേഷനും മെഡിറ്റേഷനും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് മെഡിറ്റേഷൻ ധ്യാനം എന്നല്ലേ പറയുന്നത്. അതായത് ഒന്ന് തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് ചിന്തിക്കുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി അതുപോലെ അപ്പൊ ആ ഫ്രീക്വൻസി തന്നെയാണ്. ഇതെല്ലാം പല വാക്കിൽ പറഞ്ഞു എന്ന് മാത്രമേ. ഉയർന്ന ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഉയർന്ന മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഉയർന്ന രീതിയിൽ നിങ്ങൾ വിജയിക്കും. അപ്പൊ എപ്പോഴും നമ്മളത് കീപ്പ് ചെയ്യാൻ പഠിക്കണം. മോർണിംഗ് സെഷനിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ ഫ്രീക്വൻസി FTB, അതായത് ഫീലിംഗ്സ്, തോട്ട്സ്, ബിഹേവിയർ ആൻഡ് ആക്ഷൻ. ഫീലിംഗ്സ് എപ്പോഴും ഹൈ. അപ്പ് അതിന് ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചിലവർക്ക് നിങ്ങൾ നന്ദി പറഞ്ഞാൽ മതി. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി അപ്പം. മെഡിറ്റേഷൻ എളുപ്പം വഴി എന്ന് വെച്ചാൽ നിങ്ങൾ അടങ്ങിയിരിക്കുക, എന്നിട്ട് എല്ലാത്തിനും നന്ദി പറയാം. എന്റെ കണ്ണിന് നന്ദി, എനിക്ക് ശരീരം തന്നതിന് നന്ദി, എനിക്ക് ഭക്ഷണം തന്ന പ്രകൃതിക്ക് നന്ദി, അതുണ്ടാക്കിയ ആഹാരം ഉണ്ടാക്കി തന്ന ആൾക്ക് നന്ദി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഫ്രീക്വൻസി ഷൂട്ടപ്പ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരാളുടെ അസൂയ അല്ലെങ്കിൽ ദുഷ്ടതയൊക്കെ വരുമ്പോൾ ടക്കുന്നുണ്ട് താഴ്ന്നു പോകും. അപ്പൊ നമുക്ക് സ്നേഹം കൊടുത്താൽ മതി. ഐ ലവ് ദ പീപ്പിൾ. യെസ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൂട്ടായ്മകളിൽ ചാരിറ്റി പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഇവിടെ. സ്ത്രീകളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ പവർ എന്ന് പറയുന്നത് ഒരു 500% പുരുഷന്മാരുടെ എനിക്ക് ഒരു 300-200 അടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇത് അട്രാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ബ്രെയിൻ ലെഫ്റ്റ് ഭയങ്കര ആക്റ്റീവാണ്. അവിടെയാണ് ഈ ശിവനും പാർവതിയൊക്കെ നമ്മൾ കൺസീവ് ചെയ്തത്. പാർവതിയാണ് സ്ട്രോങ്, ശിവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കക്ഷിനെ ഉണ്ടായി. 90-95% ആൾക്കാർക്ക് ഉറക്കമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഉറക്കം നമ്മൾക്ക് വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഉറക്കത്തെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന നാളെ. അപ്പൊ നമുക്ക് ഉറങ്ങേണ്ടതുണ്ട്. നാളെ കൊച്ചിയിലുള്ളവർക്ക് എന്നെ കാണാം, കൊട്ടാരക്കരയിലുള്ളവർക്ക് മറ്റന്നാൾ കാണാം. അതിനുശേഷം ബാക്ക് ടു കണ്ണൂർ, എല്ലാ ജില്ലകളിലേക്കും നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ വി ക്യാൻ മീറ്റ് പേഴ്സണലി. താങ്ക് യു ഫോർ. ഏതായാലും വളരെ വിജ്ഞാനപ്രദമായ ഈ പുസ്തകം പരിചയപ്പെടുത്തല് എല്ലാരും വളരെ ആങ്സൈറ്റിയോട് കൂടിയാണ്. ആർക്കും പോകാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് സാറിന്റെ അടുത്ത ഈ പുസ്തക പരിചയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി,